ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു കപ്പ് പാസ്ത വേവിച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഒരു കപ്പ് പാസ്തക്ക് ഒരു അര കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വെജിറ്റബിൾസ് എന്നുള്ള രീതിക്ക് വേണം ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മളൊരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്യാണ്. ദെൻ ഈ ബട്ടർ കംപ്ലീറ്റ് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ദെൻ നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ദെൻ ബാക്കി അരിഞ്ഞ് വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ആദ്യം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കംപ്ലീറ്റ് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി മൈദയും ബട്ടറും എടുക്കുമ്പോൾ 1:1 റേഷ്യോയിൽ എടുക്കുക. അതായത് 1 സ്പൂൺ ബട്ടറിന് 1 സ്പൂൺ മൈദ എന്നുള്ള രീതിക്ക്. ഇനി ആ മൈദയുടെ റോ ടേസ്റ്റ് പോകുന്ന വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അല്ലാതെ മുഴുവനായിട്ട് പാരരുത്, കാരണം മുഴുവനായിട്ട് പാർന്നാൽ ഇത് കട്ട പിടിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ച വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡിയാവും. അപ്പോൾ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റും കാര്യമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.